പ്രണയിനി ഭാഗം 36. എങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടവൻ അവളെ പ്രണയത്തോടെ നോക്കി. ഓരോ നിമിഷവും നീ എന്ന ഭ്രാന്ത് എന്നിൽ ആളിപ്പടരുന്നു ആദ്യ. അതിൽ നിന്നും ഒരു കണിക പോലും കുറയാതെ നിന്നിലേക്ക് പകർന്നു നൽകാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ഇച്ഛായിൻ്റെ കയ്യാലൊരു മിന്നി ദേ ഈ കഴുത്തിൽ സ്ഥാനം പിടിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ. ഇനിയും കാത്തിരിക്കാൻ നിന്റെ ഇച്ഛായിന് വയ്യടാ. അത് പറയുമ്പോൾ അവൻ്റെ ഹൃദയം പോലും അവളോടുള്ള പ്രണയത്താൽ വല്ലാതെ തുടികൊട്ടുന്നുണ്ടായിരുന്നു. ആരവും ഒരു നിമിഷം ഏറുന്ന നെഞ്ചിടിപ്പോടെ ആ മുഹൂർത്തം ഓർത്തു നോക്കി. അവളുടെ കവിളിലെ ചുവപ്പ് ഒന്നൂടെ വർദ്ധിച്ചിരുന്നു അപ്പോൾ. കഴുത്തിൽ എഡ്ഡിയുടെ ഉമിനീരും ചുണ്ടുകളുടെ ചൂടും തട്ടിയപ്പോഴായിരുന്നു അവൾ സ്വബോധത്തിൽ വന്നത്. അവൾ ഒന്ന് പിടഞ്ഞപ്പോൾ അവൻ ആ കഴുത്തിൽ തൻ്റെ ദന്തങ്ങൾ ആഴ്ത്തി. നിന്റെ ഈ പിടച്ചിലും ചുവന്ന് തുടുക്കലുമാണ് എല്ലാത്തിനും കാരണം. പക്ഷെ പേടിക്കണ്ടാട്ടോ, മിന്നു ചേർത്താതെ സേട്ടനൊന്നും ചെയ്യില്ല. നിഷ്കുഭാവത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കഴുത്തിലൊന്ന് ചുംബിച്ച ശേഷം അങ്ങനെ തന്നെ കിടന്നു. അവൻ്റെ സംസാരമൊക്കെ കേട്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കും പോലവൾ അവനെ തന്നിലേക്ക് ചേർത്ത് ഇരു കൈകൊണ്ടും കെട്ടിപ്പിടിച്ചു. ആ സമയം അവളുടെ മനസ്സിൽ നന്ദനെ പറ്റി എഡ്ഡിയോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൾ അതിന് മുതിർന്നില്ല. ദേഷ്യമൊക്കെ അടങ്ങുമ്പോൾ അവളുടെ ഇച്ഛായൻ തന്നെ അവളോടെല്ലാം പറയുമെന്നവൾക്ക് ഉറപ്പായിരുന്നു. കുറച്ചു നേരത്തിനൊടുവിൽ ആരവും അവനൊപ്പം ചേർന്ന് പതിയെ നിദ്രയെ പുൽകി. ഇതേ സമയം ശോഭയെയും കൂട്ടി തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പുവും കീർത്തവും. അവർ നേരെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശോഭയും വരാമെന്ന് പറഞ്ഞു. അതിനിടയിൽ നന്ദൻ എന്തോ അത്യാവശ്യമുള്ളതിനാൽ അവർ തിരിച്ചു പോകുവാന്ന് എന്ന് ശില്പ വിളിച്ചു പറഞ്ഞു എന്ന് ശോഭ പറഞ്ഞപ്പോൾ അപ്പു പുച്ഛത്തോടെ ചിരിച്ചു. വീട്ടിൽ നിന്നും എല്ലാം പാക്ക് ചെയ്ത് അവർ മൂവരും റെഡിയായ ശേഷം അപ്പുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴേക്കും അപ്പു വിളിച്ചു പറഞ്ഞതനുസരിച്ച് എഡ്ഡിയും ആരവും പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം എന്ന സ്വപ്നത്തെ, ആഗ്രഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ടവർ യാത്ര തിരിച്ചു. നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയാതെ. തങ്ങളുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി ഡോർ തുറന്ന ശേഷം നന്ദനെയും കൊണ്ട് പതിയെ മുറിയിലേക്ക് ചെന്നവനെ ബെഡിൽ കിടത്തി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശില്പ മുറി വിട്ടിറങ്ങി. വരും വഴി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ നന്ദൻ 1 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു, കൂടെ കുറേ മരുന്നുകളും. എന്നാൽ ശരീരമാസകലം വേദന എടുക്കുമ്പോൾ പോലും നന്ദൻ്റെ ഉള്ളിൽ എഡ്ഡിയോടുള്ള പക ഉയരുന്നുണ്ടായിരുന്നു. കൂടെ ആരുവിനെ നേടാനുള്ള മോഹവും. അവനെ കൊന്നിട്ടായാലും തൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന ചിന്തയിൽ അവൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് കിടന്നു. അപ്പോൾ ഒരിക്കൽ പോലും അവൻ്റെ മനസ്സിൽ ശില്പയുടെ മുഖം കടന്നു വന്നില്ലായിരുന്നു. തനിക്കായി അവൾ ചെയ്തു തന്നതും അവൻ ഓർത്തില്ല. എന്നാൽ ആ മുറിക്ക് പുറത്ത് സാരിത്തുമ്പാൽ വായ മൂടിക്കൊണ്ട് ഒന്ന് കരയാൻ പോലും ആകാതെ വിറച്ചു നിൽക്കുകയായിരുന്നു ശില്പ. ഇന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും ഓർക്കവേ അവളുടെ കൈകൾ അവൾ പോലും അറിയാതെ ഉദരത്തെ തേടി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയോട് ക്ഷമിക്കുവാവേ. ഈ ജന്മം അച്ഛയുടെ സ്നേഹം ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഒരു തെറ്റ് ചെയ്യാൻ നന്ദനെ ഞാൻ വിടില്ല. അതിനുവേണ്ടി അവനെ ഇല്ലാതേക്കേണ്ടി വന്നാലും ഞാൻ അതും ചെയ്യും. പക്ഷേ കൂടെ നമ്മളും പോകും. കാരണം അവനില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നിറഞ്ഞ കണ്ണാലെ പുലമ്പിക്കൊണ്ടവൾ ആ തറയിലേക്ക് ചാഞ്ഞിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. അങ്ങനെ ഏറെ നാളത്തെ പ്രണയത്തിനും ആഗ്രഹത്തിനും കാത്തിരിപ്പിനുമൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഇന്നാണ് എഡ്ഡി അവൻ്റെ ബൊമ്മക്കുട്ടിയെയും അപ്പു അവൻ്റെ കീർത്തൂനെയും സ്വന്തമാക്കുന്ന ദിവസം. ഓഫീസിലെ സ്റ്റാഫ്സിനെയും എഡ്ഡിയുടെ കുടുംബം മുഴുവനും ഒക്കെ വിളിച്ച് വലിയൊരു പരിപാടി തന്നെ അവർ ഒരുക്കിയിരുന്നു. ആരുവിൻ്റെയും അപ്പുവിൻ്റെയും ഭാഗത്തു നിന്നും കീർത്തൂൻ്റെ ഭാഗത്തു നിന്നുമായി ശില്പയും ശോഭാമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ശില്പ സ്വമേധയാ ചെന്ന് അവരോടൊക്കെ ചെയ്തു പോയതിന് മാപ്പ് അപേക്ഷിച്ചിരുന്നു. കൂട്ടത്തിൽ ശോഭയോടും ചെയ്തതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ടവൾ അവരുടെയൊക്കെ പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു. നന്ദൻ്റെ കാര്യമാണേൽ അവൻ ശില്പയോട് തന്ത്രത്തിൽ അടുക്കാൻ വരുമ്പോഴൊക്കെയും അവൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ട അവൻ പിന്നീട് സ്വയം ഒന്ന് ഓക്കെ ആവുന്നത് വരെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. പിന്നീട് കയ്യിലെയും കാലിലെയും ഒക്കെ കെട്ടയച്ചതിൻ്റെ അന്ന് തന്നെ ശില്പയുടെ മുഖത്തേക്ക് ഡിവോഴ്സ് പേപ്പർ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പെട്ടെന്ന് അവൻ പോയപ്പോൾ അതിൻ്റെ ഷോക്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയ ശില്പയെ ആരവും കീർത്തവുമായിരുന്നു കൂടെ നിന്ന് ഓക്കെ ആക്കിയെടുത്തത്. എന്നിരുന്നാലും ഇടയ്ക്കിടെ വയറ്റിൽ കൈ ചേർത്ത് വെച്ച് കൊണ്ടവൾ നന്ദനെ ഓർത്ത് കണ്ണുനീർ വാർക്കാറുണ്ടായിരുന്നു. എന്തു തന്നെ ചെയ്താലും അവനായിരുന്നു അവളുടെ ലോകം. ആ സംഭവമൊക്കെ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് ഇവരുടെ വിവാഹം തീരുമാനിച്ചത്. അത് പ്രമാണിച്ച് 1 മാസം മുന്നേ എല്ലാവരും എഡ്ഡിയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു.
രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റപ്പോൾ തൊട്ട് പരസ്പരം നോക്കിക്കൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കീർത്തുവിനെയും ആരുവിനെയും കണ്ടുകൊണ്ടായിരുന്നു ശില്പ ഉറക്കമുണർന്നത്. ഇതെന്തു പറ്റി രണ്ടിനും രാവിലെ തന്നെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കാൻ? കിളി പോയോ? വീർത്ത വയറിൽ കൈതാങ്ങി എഴുന്നേൽക്കാൻ നോക്കിക്കൊണ്ടവൾ അവരെ രണ്ടുപേരെയും നോക്കി ചിരിയോടെ ചോദിച്ചപ്പോൾ അവളുടെ ശബ്ദം കേട്ട് രണ്ടും നടത്തം നിർത്തി അവൾക്കരികിൽ ചെന്നുകൊണ്ട് ഇരുഭാഗത്തും പിടിച്ച് പതിയെ ചുമരിലേക്ക് പില്ലോ ചാരിയിരുത്തിച്ചു. ഓക്കെ, ഇനി പറ, ഈ നടത്തത്തിന് പിന്നിൽ കാര്യമായ എന്തോ ഉണ്ടല്ലോ? കുസൃതിയോടെ ശില്പ ചോദിച്ചപ്പോൾ കീർത്തു ആരുവിനെ തുറിച്ചു നോക്കി. അവളപ്പോൾ ചമ്മലോടെ അവരെ നോക്കാനാവാതെ മുഖം താഴ്ത്തിയിരുന്നു. എല്ലാത്തിനും കാരണം ദേ ഇവളൊരുത്തിയാണ്. കുറച്ചു മുന്നേ വരെ ഇന്ന് കല്യാണമൊക്കെ ആയിട്ടും അതിൻ്റെ ടെൻഷനൊന്നുമില്ലാതെ അടിച്ചു പൊളിച്ച് നടന്ന ഞാനാ. അറിയാതെ ഈ പിശാചിനെ കാണാതെ മുകളിൽ ചെന്ന് പോയതാ. ഹോ എൻ്റെ ശിവനെ, അതോടെ എല്ലാം തീർന്നു. ഏതോ ഓർമ്മയിൽ തല കുടഞ്ഞുകൊണ്ട് പറയുന്നവളെ ശില്പ ഇവളെന്ത് കോക്കനട്ടാ പറയുന്നത് എന്ന കണക്കെ കണ്ണ് മേയിച്ചു നോക്കി. എന്നാൽ അപ്പോൾ ആരുവിൻ്റെ മനസ്സ് മുഴുവനും ആ നിമിഷത്തിലേക്ക് എത്തിയിരുന്നു. കുറച്ചു മണിക്കൂർ മുന്നേ മുകളിൽ ചാർജിന് വെച്ച തൻ്റെ ഫോൺ എടുക്കാനായി പോവുകയായിരുന്ന ആരുവിനെ പെട്ടെന്നായിരുന്നു ഒരു കൈ വന്ന് പൊക്കിയെടുത്ത് സ്വിമ്മിംഗ് പൂളിനരികിലേക്ക് കൊണ്ടുപോയത്. ആദ്യമൊന്ന് ഭയന്നു പോയെങ്കിലും തൻ്റെ പ്രാണനാണെന്ന തിരിച്ചറിവുണ്ടായപ്പോൾ അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങി. എന്നാൽ എഡ്ഡിയുടെ മുഖത്തെ പരിഭവം കണ്ടപ്പോൾ ആരുവിന് ചിരിയാണ് വന്നത്. കാരണം കുറച്ചു ദിവസങ്ങളായി കല്യാണത്തിൻ്റെ തിരക്കിലായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ആരുവിനെ കാണാനോ സംസാരിക്കാനോ ഒന്നും അവന് സാധിച്ചില്ല. തിരക്കൊക്കെ കഴിഞ്ഞു ചെന്ന് നോക്കിയാൽ ശില്പയ്ക്കൊപ്പം അവൾ വേഗം ഉറങ്ങിപ്പോവുകയും ചെയ്യും. അതാണവൻ്റെ പരിഭവത്തിൻ്റെ കാരണം. ഏറെ നേരമായിട്ടും തന്നെ ഒന്നും നോക്കാതെ മിണ്ടാതെ വീർത്തു കെട്ടിയ മുഖത്തോടെ ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ കാണവേ അവളിൽ ചെറിയൊരു വിഷമം വരാൻ തുടങ്ങി. ഇച്ഛായ, പതിഞ്ഞ സ്വരത്തിൽ സങ്കടം നിറഞ്ഞ അവളുടെ വിളി കേട്ടപ്പോൾ നോക്കാതിരിക്കാനായില്ലവന്. അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് വരഞ്ഞു മുറുക്കിക്കൊണ്ട് മുഖമാകെ ഭ്രാന്തമായി ചുംബിക്കുന്നവനെ തടയാതെ അവൾ അവൻ്റെ ചൂടിലേക്ക് ഒതുങ്ങി നിന്നു. അവളെ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും അനുഭവിക്കാതെ മുഖത്തെ ഓരോ കോണിലും ചുംബിച്ചും നുണഞ്ഞും കൊണ്ടവൻ അവളെ വലച്ചു. അപ്പോളായിരുന്നു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ആരുവിനെയും തിരഞ്ഞുകൊണ്ടുള്ള കീർത്തുവിൻ്റെ വരവ്. എഡ്ഡിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ പിറകിൽ വന്ന അവൾ ആരുവിനെ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ കുറച്ചുകൂടെ അടുത്തെത്തിയതും ആരുവിൻ്റെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് കണ്ണടച്ചു പിടിച്ചു നിൽക്കുന്ന എഡ്ഡിയെ കണ്ടപ്പോൾ അവളുടെ ബോധം പോയ പോലെ ആയി. അവിടെ നിൽക്കണോ തിരിഞ്ഞോടണോ എന്നറിയാതെ കണ്ണും അടച്ചു കൊണ്ടവൾ അവർക്ക് മുന്നിൽ പുറം തിരിഞ്ഞു നിന്നപ്പോഴേക്കും കിസ്സിങ് കഴിഞ്ഞിരുന്നു. ഹോ എൻ്റെ ബൊമ്മക്കുട്ടി, ഇപ്പോഴാടി പെണ്ണെ നിന്റെ ഇച്ഛായൻ കൂടുതൽ എനർജറ്റിക്കായേ. നിന്നെ സ്നേഹിച്ച് മതിയാവുന്നില്ലല്ലോ പെണ്ണെ. ഇനി എന്നും ഈ എഡ്ഡിയുടെ നെഞ്ചോരം ഉണ്ടാവില്ലേ നീ? തോന്നുമ്പോഴൊക്കെയും വന്ന് നുണന്നോളാം. അവൻ പറഞ്ഞു പൂർത്തിയാക്കിയപ്പോൾ തന്നെ അവനെ നോക്കാനാവാതവൾ ചുവന്നു തുടുത്ത മുഖത്തോടെ അവൻ്റെ നെഞ്ചിൽ ഒളിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് ആകെ കിളിപോയി നിൽക്കുന്ന ഒരുത്തി പിറകിൽ നിൽപ്പുണ്ടെന്ന് അവരപ്പോഴും അറിഞ്ഞില്ല. ഇച്ഛായ, കുറച്ചു നേരത്തിനു ശേഷം അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കിയവളെ അതിന് സമ്മതിക്കാതെ പിടിച്ചു വെച്ചു കൊണ്ടവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കുമെടി ബൊമ്മക്കുട്ടി. കഥകളിലും സിനിമയിലുമൊക്കെ കാണുന്ന പോലെ ഫസ്റ്റ് നൈറ്റിന് കണ്ണും കണ്ണും നോക്കി കിടന്നുറങ്ങാൻ എന്നെ കിട്ടില്ല. ഇന്ന് എല്ലാ അർത്ഥത്തിലും എനിക്കെൻ്റെ കൊച്ചിനെ അറിയണം. എൻ്റെ ഉള്ളിൽ തുടിച്ചു വരുന്ന പ്രണയം എല്ലാ അർത്ഥത്തിലും നിന്നിലേക്ക് ഒഴുക്കി വിടണം. വശ്യമായ പുഞ്ചിരിയോടെ എഡ്ഡി പറഞ്ഞപ്പോൾ അത്രയും നേരം ഏതോ ലോകത്തെന്ന പോലെ നിന്ന കീർത്തു അവൻ്റെ ഡയലോഗ് കേട്ട് ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്ത പോലെ വേഗത്തിൽ അവിടെ നിന്നും ഓടി. നീ എന്തിനാ കീർത്തു ഇങ്ങനെ പേടിക്കുന്നേ? ഇതൊക്കെ സാധാരണമല്ലേ. ചിൽ ബേബി. എല്ലാം കേട്ട് കഴിഞ്ഞ് കീർത്തുവിൻ്റെ കവിളിൽ കുത്തിക്കൊണ്ട് ഇളിയോടെ ശില്പ പറഞ്ഞപ്പോൾ അവളെ കലിപ്പിച്ചു നോക്കി. ഓ, പെണ്ണിനിയും സ്വപ്നലോകത്ത് നിന്നും ഇറങ്ങി വന്നില്ലെന്ന് തോന്നുന്നു. തലയും കുനിച്ച് കവിളും ചുവപ്പിച്ചിരിക്കുന്ന ആരുവിനെ നോക്കി കീർത്തു കുറവോടെ പറഞ്ഞപ്പോൾ ആരു ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. പിന്നെ പതിയെ പുഞ്ചിരിച്ചു. മതി, സംസാരമൊക്കെ പിന്നീട്. രണ്ടാളും ചെന്ന് ഫ്രഷായി വന്നേ വേഗം. രണ്ടിനെയും ഒരുക്കേണ്ട ഡ്യൂട്ടി എനിക്കാ. എന്തേലും കുറവ് വന്നിനേൽ നിങ്ങളുടെ കെട്ടിയോൻസ് എന്നെ ബാക്കി വെക്കില്ല. പറയുന്നതോടൊപ്പം ശില്പ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ഓക്കെ മോളുസേ, നീ ആദ്യം പോയി ഞങ്ങളുടെ കുഞ്ഞാവക്ക് വേണ്ട വല്ലതും കഴിക്കി. അപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി വരാം ട്ടോ. ശില്പയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് കീർത്ത് കുറുമ്പോടെ പറഞ്ഞപ്പോൾ ആരുവും വേഗം അവൾക്കൊപ്പം ഇരുന്ന് കുഞ്ഞിനൊരു ഉമ്മ നൽകിയിരുന്നു. അങ്ങനെ ശില്പയെ ഉന്തിത്തള്ളി വിട്ട് റെഡിയാവാനായി മുകളിലേക്ക് നടക്കുകയാണ് ആരുവും കീർത്തുവും. അപ്പോഴാണ് വിയർത്ത് കുളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകാനായി അവർക്ക് നേരെ നടന്നു വരുന്ന
അപ്പുവിനെ അവർ കണ്ടത്. ആദ്യം അവനെ കണ്ട കീർത്തുവിൻ്റെ കണ്ണൊന്നു വിടർന്നെങ്കിലും കുറച്ചു മുന്നേ എഡ്ഡി പറഞ്ഞതൊക്കെ മനസ്സിൽ കുർള എക്സ്പ്രസ് പോലെ പാഞ്ഞെത്തിയപ്പോൾ വെപ്രാളത്തോടെ അവൾ അവനെ നോക്കാതെ തലയും താഴ്ത്തിക്കൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി. അപ്പു ആണേൽ അവളുടെ ഓട്ടം കണ്ട് അന്തം വിട്ട പോലായി. അവൾക്കിതെന്തു പറ്റി കുഞ്ഞി? എവിടേക്കായി വെപ്രാളം പിടിച്ചുള്ള ഓട്ടം? കല്യാണമൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ കിളി പോയോ? അടുത്തേക്ക് വന്ന ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പു കീർത്തുപോയ വയ്യെ നോക്കി ചോദിച്ചപ്പോൾ അവൾ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ചിരിച്ചു. 2-3 ദിവസമായി ഫുൾ തിരക്കായത് കൊണ്ട് ഏട്ടന് മോളെ ഒന്ന് കാണാൻ പോലും ആയില്ല. ശ്രദ്ധിക്കണം ട്ടോ. കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇപ്പോൾ ഏട്ടൻ പോട്ടെ. ആരുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ടവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ നോക്കി തലയാട്ടി ചിരിച്ചു. ഏട്ടൻ പോയി വാ. അവൻ പോണത് ഒരു നിമിഷം നോക്കി നിന്ന ആരു പിന്നീട് ചിരിയോടെ റെഡി ആവാനായി പോയി. ഇതേസമയം കല്യാണ വേഷം അണിഞ്ഞ് എന്തോ ആവശ്യത്തിനായി അപ്പുവിനെയും കൂട്ടി പുറത്തു പോകാനായി വീടിന് മുന്നിൽ കുറച്ച് അകലെയായി നിർത്തിവെച്ചിരിക്കുന്ന ബുള്ളറ്റിനരികിലേക്ക് നടക്കുകയാണ് എഡ്ഡി. രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അതിൽ കയറാനൊരുങ്ങവെയാണ് സീറ്റിന് മുന്നിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പേപ്പർ കണ്ടത്. സംശയത്തോടെ അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് എഡ്ഡി അത് കയ്യിൽ എടുത്തു തുറന്നു. എല്ലാം നേടിയെടുക്കാൻ പോകുന്നു എന്ന അഹങ്കാരത്തിലാണ് നീയെന്ന് എനിക്കറിയാം എഡ്ഡി. പക്ഷെ എന്ത് ചെയ്യാം? ആരു, അവൾ ഒരിക്കലും നിനക്ക് സ്വന്തമാകില്ല. നിനക്കെന്നല്ല, എനിക്കല്ലാതെ വേറൊരാൾക്കും അവളെ കിട്ടാൻ പോണില്ല. എനിവേ, ഇന്ന് കല്യാണമല്ലേ? കൺഗ്രാജുലേഷൻ. പക്ഷേ വധു ഇല്ലാതെ എങ്ങനെ ഈ വിവാഹം നടക്കും? തീരുമാനിച്ച മുഹൂർത്തത്തിൽ ആരുവിൻ്റെ വിവാഹം ഇന്ന് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ വരൻ ഞാനായിരിക്കും എന്ന് മാത്രം. ഗുഡ് ബൈ. ഇനി അവളെ ഒരിക്കലും നീ കാണില്ല. നീ എന്നല്ല, ആരും. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവനത് വായിച്ചു കഴിയുമ്പോഴേക്കും അകത്തു നിന്നും ബഹളം കേട്ടിരുന്നു. പകപ്പോടെ അപ്പുവിനേക്കാൾ മുന്നേ അകത്തേക്ക് ഓടുമ്പോൾ അവൻ്റെ മനസ്സിൽ തൻ്റെ പെണ്ണ് മാത്രമായിരുന്നു. ഏറുന്ന ഹൃദയമിടിപ്പോടെ അകത്തു കയറിയ അവൻ കാണുന്നത് മുകളിൽ നിന്നും അലറിക്കരഞ്ഞുകൊണ്ട് വിവാഹവേഷത്തിൽ ഓടി വരുന്ന കീർത്തുവിനെയാണ്. അവളുടെ കവിളിൽ 5 വിരൽ പാടുകളുണ്ട്. ചുണ്ടും ചെറുതായി പൊട്ടിക്കിടക്കും. ചേട്ടായി, ആരു അവളെ ഏട്ടൻ കൊണ്ടുപോയി. ചേട്ടായി, ഞങ്ങൾ ഒരുങ്ങി താഴെ വരാൻ നിൽക്കവേ അവളുടെ തലയ്ക്കടിച്ചു. ബോധം കെടുത്തിക്കൊണ്ട് പോയി ചേട്ടായി. തടയാൻ ചെന്ന എന്നെയും അടിച്ചു. എഡ്ഡിയെ നോക്കി കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞപ്പോൾ കേട്ട വാർത്തയുടെ നടുക്കത്തിലായിരുന്നു എല്ലാവരും. ആരുവിനെ നന്ദൻ തട്ടിക്കൊണ്ടുപോയത് അവർക്കാർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ശോഭ കരഞ്ഞു തളർന്നുകൊണ്ട് ഒരു മൂലയിൽ പോയി ഇരുന്നപ്പോൾ ചലനമറ്റ് നിൽക്കുകയായിരുന്നു ശില്പ. നന്ദനിൽ നിന്നുമുള്ള ആ പ്രവൃത്തി അവളെ വല്ലാതെ തളർത്തിയിരുന്നു. നോക്കി നിൽക്കാൻ സമയമില്ല എഡ്ഡി. മുഹൂർത്തം അടുക്കാറായി. അതിനു മുന്നേ എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്തണം. ചെല്ലേ, പോയി ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്റെ പ്രാണനെയും കൊണ്ടുവാ. അത്രയും നേരം ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന ജേക്കബ് എഡ്ഡിയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു. പപ്പ ഇവരെയൊക്കെ കൂട്ടി അമ്പലത്തിലേക്ക് പോയിക്കോ. കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ എത്തിക്കോളും. എഡ്ഡി അതും പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ മിന്നൽ വേഗത്തിൽ പുറത്തേക്ക് പോയപ്പോൾ കൂടെ പോകാൻ നിന്ന അപ്പുവിനെ ജേക്കബ് പിടിച്ചു വെച്ചു. അവനെ, എൻ്റെ മോന, ഉശിരുള്ള ആൺകുട്ടി. നിന്റെ പെങ്ങൾ എന്നതിലുപരി അവൻ്റെ പ്രാണനാവൾ. അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാതെ അവൻ കൊണ്ടുവരും. നീ ടെൻഷനാവാതെ കീർത്തുമോളെയും കൂട്ടി കാറിൽ കയറാൻ നോക്ക്. ജേക്കബ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ വേദനയും സങ്കടവും അടക്കി പിടിച്ചവൻ എഡ്ഡിയോടുള്ള വിശ്വാസത്താൽ കീർത്തുവിൻ്റെയും അമ്മയുടെയും അരികിലേക്ക് ചെന്നു. ഇതേസമയം ആളൊഴിഞ്ഞ ഒരു കൊച്ചു വീട്ടിലെ ഹാളിൽ വെറും നിലത്ത് ബോധം മറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ആരു. നേരത്തെ നന്ദൻ തലക്കടിച്ചപ്പോൾ തെറിച്ചു വീണത് കൊണ്ട് അവളുടെ നെറ്റി പൊട്ടി അവിടെ നിന്ന് ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അറിയാതെ കിടക്കുന്നവളെ നന്ദൻ ഒന്ന് നോക്കി. പിന്നെ അവൾക്കരികിൽ കുനിഞ്ഞിരുന്നു. നിനക്ക് ഞാൻ മാത്രം പോരെ ആരു? എഡ്ഡിൻ, അവനെ എന്തിനാ നീ സ്നേഹിച്ചത്? നിന്നെ ആദ്യമായി സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതൊക്കെ ഞാനല്ലേ? അപ്പോൾ നീ സ്വന്തമാകേണ്ടതും എനിക്കല്ലേ? അതെ, അങ്ങനെയാണ് വേണ്ടത്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടക്കും. നടത്തിയിരിക്കും ഞാൻ. വല്ലാത്തൊരു മുഖഭാവത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൻ. തൻ്റെ മരണം അടുത്തു എന്നറിയാതെ എന്തൊക്കെയോ ദിവാസ്വപ്നങ്ങളും കണ്ടുകൊണ്ടവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തു നടന്നു. അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ അത്രയും നേരം കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന ആരു പതിയെ കണ്ണു തുറന്നു. ക്ഷീണവും ഭയവും മുറിവ് കൊണ്ടുണ്ടായ വേദനയുമൊക്കെ കാരണം അവൾ ആകെ തളർന്നിരുന്നു.